അനുഭവിക്കുന്ന വിഷമം, വേദന, പ്രതിസന്ധികൾ, നാണക്കേടുകൾ ഇതൊക്കെ തരണം ചെയ്താണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോഴും തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവർക്കല്ലേ വലിയൊരു അവാർഡ് കൊടുക്കേണ്ടത്? യാതൊരുമായ പ്രതീക്ഷയില്ലാതെ ആ കുഞ്ഞിനെ വളർത്തുകയാണ്. ദൈവം കൊടുത്ത ഒരു കുഞ്ഞിനെ വളർത്തുകയാണ്. പലപ്പോഴും നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മൾ തുറന്നു പറയുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനാലയമാണ്. ഒരു പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ആരാധനാലയത്തിൽ പോയി നമ്മുടെ വിഷമങ്ങളെല്ലാം തുറന്നു പറയാൻ ശ്രമിക്കും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. പള്ളിയിൽ നിൽക്കുമ്പോൾ എൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പള്ളിയിൽ പറയുന്നുണ്ട്. പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കുന്നുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ട്, ശാരീരികമായ പ്രശ്നങ്ങൾ, എൻ്റെ ജീവിതത്തിൽ അലട്ടുന്ന മറ്റ് പ്രശ്നങ്ങൾ, മറ്റാരോടും പറയാൻ പറ്റാത്ത എൻ്റെ മാനസികമായ ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ എന്നെ അലട്ടുന്നുണ്ട്. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം ഇതിൽ നിന്നൊക്കെ എന്നെ കരകയറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയം ഇടയ്ക്ക് എപ്പോഴും ഞാനിങ്ങനൊരു അശരീരി കേൾക്കുന്നുണ്ട്. ശരീരി എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുകയില്ല, ഒരു കൊച്ചിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പം ഞാൻ ഒന്ന് കണ്ണ് വെട്ടിച്ച് നോക്കിയപ്പം ഏതാണ്ട് 12-13 വയസ്സുള്ള ഒരു മകൻ അമ്മയുടെ കൂടെ നിന്ന് അതേ കുർബാന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒറ്റ നോട്ടത്തിനെ അറിയാം മകൻ ഓക്കെ അല്ല, അവൻ എന്തോ ഡിസേബിലിറ്റി ഉണ്ട്, ഒരു ഓട്ടിസോ എന്തോ ഉണ്ട് ആ കുഞ്ഞിന്. പക്ഷെ ഞാൻ എൻ്റെ ഒരു സ്ലൈറ്റ് വ്യൂവിലേ കണ്ടുള്ളൂ, ഞാൻ വ്യക്തമായിട്ട് ആ കുഞ്ഞിനെ കണ്ടില്ല.